അവർ KSUക്കാരാണ്. അപ്പം അത് അവരെ പോസിറ്റീവായിട്ടല്ല അവർ പറയുള്ളൂ. ആക്ച്വലി അത് അവരുടെ കഥ എല്ലാവർക്കും ആക്ച്വലി അവർ നായകന്മാരാവണമെന്നാണല്ലോ ആഗ്രഹം. അവരുടെ ലൈഫിലും അവർ നായകന്മാർ തന്നെയാണ്. അപ്പോൾ ജിനോ ഒരു വിപ്ലവകാരി തന്നെയാണ്. അതിലൊന്നും തെറ്റില്ല. അതൊന്നും അസത്യം അല്ലെങ്കിൽ അത് ആ കഥ ഞാൻ കണ്ടില്ല. ജിനോ അവരെന്തുകൊണ്ട് നമ്മൾ കൂടെ കൂട്ടി അല്ലേ? ഇപ്പോൾ ജിനോ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ആദ്യ ചർച്ചയിൽ KSUക്കാരൻ്റെ വിജയഗാഥ, രണ്ടാം ചർച്ചയിൽ അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയഗാഥ, പിന്നീട് ഒരു സിനിമയുടെ വിജയം കൂടി പരിഗണിച്ചുകൊണ്ട് അതൊരു SFIക്കാരൻ്റെ വിജയഗാഥയാക്കി മാറ്റുന്നു. സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ റിയൽ കഥ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ പോലും താൻ കൂടെ നിന്നുവെന്നാണ് ജിനോ ആ പോസ്റ്റിൽ പറയുന്നത്. അത് ആളുടെ ഇതിനു വേണ്ടി മാറ്റിയ ഒരു സംഭവമാണ്. ഒരിക്കലും ഒരു സ്വതന്ത്രൻ്റെ കഥ വേണമെന്ന് പറയാം. സ്വതന്ത്ര കഥ തന്നെയായിരുന്നു. ആക്ച്വലി ടോവിനോ ചെയ്ത കഥാപാത്രം ഒരു സ്വതന്ത്ര കഥാപാത്രം അതിലേക്ക് ടെൻഡ് ചെയ്യുന്ന സംഭവമാണ്. അത് കറക്റ്റാണ്. പക്ഷെ മറ്റതൊക്കെ അത് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സിനിമയുടെ ടൈറ്റിൽ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെ പോകും. അല്ലാതെ നമ്മൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി പറയുന്ന കാര്യമാണ്. 2017 പുറത്തിറങ്ങിയ ടൊവിനോ തോമസ് ചിത്രം മെക്സിക്കൻ അപാരതയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഒരു വിവാദം നടക്കുന്നത്. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ രൂപേഷ് പീതാംബരനാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. ചിത്രത്തിന്റെ യഥാർത്ഥ ഇതിവൃത്തം 2010 എറണാകുളം മഹാരാജാസ് കോളേജിലെ KSU നടത്തിയ വിജയഗാഥയാണെന്നും പിന്നീട് മാർക്കറ്റ് വാല്യൂ ഉദ്ദേശിച്ചാണ് സിനിമയിൽ അത് SFIയുടെ വിജയഗാഥയാക്കി മാറ്റിയതെന്നുമായിരുന്നു രൂപേഷ് പീതാംബരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇതിന് എതിരെ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ടോമി മട്ടി രംഗത്തെത്തിയിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ടോമി മട്ടി ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ വിവാദത്തിൽ നിന്ന് ഒരു കാരണം? എന്താണ് റിയാലിറ്റി? ശരിക്കുമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കോളേജിലും നടക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങൾ. ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഇതാക്കിയിട്ട് ചെയ്ത ഒരു സിനിമയോ അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ മഹാരാജ് കോളേജിനെ ബേസ് ചെയ്തിട്ടുള്ള ജിനോന് അവിടെ സംഭവിച്ചൊരു ചരിത്രമുണ്ട്. അത് ശരി തന്നെ. പക്ഷേ ഞാൻ ആദ്യം ഇത് റെഡ് തന്നെയായിട്ടാണ്, അതിൻ്റെ കളർ അത് തന്നെയായിരുന്നു. വിപ്ലവം തന്നെയാണ് ആ പേരിൽ നിന്നാണ് നമ്മൾ ആ സിനിമ ഉണ്ടാക്കുന്നത്. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന പേര് നിന്ന് തന്നെയാണ് ആ സിനിമ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള അറിയാം. പിന്നെ അതുമാത്രമല്ല, നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഞാൻ മഹാരാജാസോ എറണാകുളമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചിരിക്കുന്നു, സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബാക്ക് ഡ്രോപ്പിൽ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നതല്ലേ, എത്രയോ സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ നമ്മുടെ കോളേജിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഞാനത് അതിനെ കൺസീവ് ചെയ്തതും അതിനെഴുതിയതും. ടോവിനോട് പറയുമ്പോഴൊക്കെ റെഡ് തന്നെയാണ്. രൂപേഷ് ചേട്ടനെ ആദ്യമേ കഥ പറയുമ്പോഴും രൂപേഷ് ചേട്ടനെ കോസ്റ്റ്യൂം വരെ വരച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിൽക്കുന്ന വളരെ ലീനായിട്ടുള്ള ഒരു ഇത്. അതുകൊണ്ടാണ് ആൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിലേക്ക് എത്തിയത് ആക്ച്വലി. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതറിയാലോ, പെട്ടെന്ന് മാർക്കറ്റ് വാല്യൂ കഥ മാറ്റി എന്ന് പറയുന്നതിലല്ല. ഇത് ആ വിപ്ലവം തന്നെയാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ കളറ് അതാണ്, ആ സിനിമയുടെ കളറും അതാണ്. പക്ഷേ നമ്മൾ കോളേജിൽ പോകുമ്പോൾ അതിൻ്റെ രൂപം മാറിയിരിക്കുന്നു. ഞാൻ മൊബൈലുകളില്ലാത്തൊരു സമയത്ത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എനിക്ക് 80s ഷൂട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ചും കൂടി പുറകിലോട്ട് ഷൂട്ട് ചെയ്യാൻ. എൻ്റെ പ്രൊമോ സോങ് കണ്ടാൽ അറിയാൻ പറ്റും. അതൊരു 80s നടക്കുന്നൊരു പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനും. അത് ഈ 2010 അല്ലെങ്കിൽ 2015 അത് 2000 ആക്കി നിന്നിട്ടത്. കാരണം അതിൻ്റെ ഒരു ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു ഇതായതുകൊണ്ട് നമ്മളത് വീണ്ടും 2000 കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ കോളേജിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കോളേജിൻ്റെ ക്രൈസ്റ്റ് കോളേജിൻ്റെ രൂപം മാറി. അപ്പം നമ്മൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലും പല കോളേജുകളിലും പോയിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ അനുപേട്ടനെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അറിയാം. ഞാനിതിപ്പം നമ്മളുടെ ഒപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആക്ച്വലി അത് ഞാൻ മാത്രമായിട്ട് ചെയ്ത പടമല്ല, പ്രൊഡ്യൂസറുണ്ട്. ഇതെല്ലാവരും ഒരു ചർച്ചയിൽ നിന്ന് ആ രൂപേഷ് ചേട്ടൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഏത് ചർച്ചയാണ് നടന്നതെന്നുള്ളതാണ് പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് ചർച്ചയാണ്, ഇത് എപ്പോൾ എന്താണ് എന്നുള്ളത് പലരും നമ്മളോട് വിളിച്ചു ചോദിക്കില്ല. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കും. ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ പേര് നിന്നിട്ടുണ്ട്. ഇപ്പോൾ രൂപേഷ് ചേട്ടനും നിന്നിട്ടുണ്ട്, ജിനോയും നിന്നുണ്ട്, എല്ലാവരും നിന്ന് തന്നെയാണ്. അത് സത്യമായ കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ പല കോളേജുകളിലും തപ്പി നമുക്ക് നോക്കുമ്പോൾ മഹാരാജാസാണ്. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എറണാകുളത്ത് വരുന്നത് സത്യത്തിൽ. അപ്പോൾ എറണാകുളത്ത് വരുന്നു. മഹാരാജ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. മഹാരാജ് എന്ന് പറയുന്ന ഇത് ആദ്യമായിട്ട് ഞാൻ ആ കോളേജിൽ കാണുമ്പോൾ ആ മഞ്ഞ കളറും എനിക്കൊന്ന് പുല്ല് പോലും ചെത്തിയിട്ടില്ല, ആ ഒരു അതേമാതിരി നിലനിർത്തിക്കൊണ്ടുള്ളൊരു കോളേജ്. അതുകൊണ്ട് അവിടേക്ക് കഥ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ആൾക്കാരെ നമ്മൾ കൂടെ കൂട്ടി. അപ്പോൾ
അത് കൂടെ കൂടി. അപ്പോൾ ഇതാണ് സത്യം. അതായത് അതിൽ ഞാൻ പറഞ്ഞ രൂപേഷൻ പറഞ്ഞതിൻ്റെ ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് മാറ്റിയെന്ന് പറയുന്നത് അല്ല അതിൻ്റെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ആ കഥ അങ്ങനെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രൂപേഷ് പീതാംബരം പറഞ്ഞതനുസരിച്ച് ആദ്യഘട്ടത്തിൽ KSUവിന്റെ ഒറിജിനൽ കഥയായി ഇത് പ്ലാൻ ചെയ്യുന്നു, പിന്നീട് ഡയറക്ടറുമായി ഉണ്ടായ ചർച്ചയുടെ ഭാഗമായി ഇത് SFIയുടെ കഥയാക്കി മാറ്റുന്നു. അവർ KSUക്കാരാണ്, അപ്പം അത് അവരെ പോസിറ്റീവായിട്ടല്ല അവർ പറയുള്ളൂ. ആക്ച്വലി അത് അവരുടെ കഥ എല്ലാവർക്കും ആക്ച്വലി അവർ നായകന്മാരാവണമെന്നാണല്ലോ ആഗ്രഹം. അവരുടെ ലൈഫിലും അവർ നായകന്മാർ തന്നെയാണ്. അപ്പോൾ ജിനോ ഒരു വിപ്ലവകാരി തന്നെയാണ്. അതിലൊന്നും തെറ്റില്ല. അതൊന്നും അസത്യം അല്ലെങ്കിൽ ആ കഥ ഞാൻ കണ്ടില്ല ജിനോ അവരെന്തുകൊണ്ട് നമ്മൾ കൂടെ കൂട്ടി അല്ലേ? ഇപ്പോൾ ജിനോ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ആദ്യ ചർച്ചയിൽ KSUക്കാരൻ്റെ വിജയഗാഥ, രണ്ടാം ചർച്ചയിൽ അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയഗാഥ, പിന്നീട് ഒരു സിനിമയുടെ വിജയം കൂടി പരിഗണിച്ചുകൊണ്ട് അതൊരു SFIക്കാരൻ്റെ വിജയഗാഥയാക്കി മാറ്റുന്നു. സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ റിയൽ കഥ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ പോലും താൻ കൂടെ നിന്നുവെന്നാണ് ജിനോ ആ പോസ്റ്റിൽ പറയുന്നത്. അത് ആളുടെ ഇതിനു വേണ്ടി മാറ്റിയ ഒരു സംഭവമാണ്. ഒരിക്കലും ഒരു സ്വതന്ത്രൻ്റെ കഥ വേണമെന്ന് പറയാം. സ്വതന്ത്ര കഥ തന്നെയായിരുന്നു. ആക്ച്വലി ടോവിനോ ചെയ്ത കഥാപാത്രം ഒരു സ്വതന്ത്ര കഥാപാത്രം അതിലേക്ക് ടെൻഡ് ചെയ്യുന്ന സംഭവമാണ്. അത് കറക്റ്റാണ്. പക്ഷെ മറ്റതൊക്കെ അത് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സിനിമയുടെ ടൈറ്റിൽ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെ പോകും. അല്ലാതെ നമ്മൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി പറയുന്ന കാര്യമാണ്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെഡ് മാറ്റി മറ്റേ കളറിൽ ചെയ്യുവാണെങ്കിൽ പടം വിജയിക്കുമെന്ന്, അങ്ങനെ അവർ രാഷ്ട്രീയത്തിലേക്ക് കിടക്കും. മനസ്സിലായോ? ശരിക്കും രൂപേഷ് പീതാംബരനുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു, ഇത് റെഡ് ആക്കിയാലേ വിജയിക്കൂ? ഇല്ല, ഒരിക്കലും അങ്ങനെ. നമ്മൾ ആദ്യമേ അങ്ങനത്തെ കഥയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് ആൾക്ക് കൊടുക്കുന്ന ഇത് തന്നെ സ്കെച്ച് തന്നെ ഞാൻ അങ്ങനെയാണ് രൂപേഷേടാ ഇങ്ങനെ. അപ്പോൾ സ്കെച്ച് കണ്ടിട്ടാണ് ആൾ പറയുന്നത്, ഓടാ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് ആള് അഭിനയിക്കാനായിട്ട് ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണിച്ചു. ആൾ ഡയറക്ടറാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ ആളൊരു ആക്ടറാണ്, അപ്പം നമുക്ക് ഒരു ആക്ടർ ആവണം. ഞാൻ പറയുന്നത് ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷേ ഇവരൊരു ഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഘട്ടത്തിൽ എന്താ പറയുക, നമ്മൾ പ്രേക്ഷകരെ കാണുമ്പോൾ നമ്മൾ നായകന്മാരായി മാറുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ജിനോയുടെ പഴയ 2010 മഹാരാജാസ് കാലമൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അന്ന് SFIയുടെ കുത്തകയ്ക്ക് ഒരു അവസാനം കുറിച്ച ആളാണ് ജിനോ. അപ്പോൾ ആ കഥ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ജിനോ നമ്മുടെ ഒപ്പം വന്നു ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ മഹാരാജാസിൽ ഷൂട്ട് ചെയ്യാനും പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കഥകൾ ചർച്ച ചെയ്യില്ലേ? അത് ഒബ്വിയസ്ലി അങ്ങനെയല്ലേ. അത് നമ്മൾ ഇപ്പോൾ മഹാരാജാസിലെ ഇപ്പോൾ കൊടി ഓടിച്ച സീൻ, എനിക്കൊരു കൊടി ഓടിച്ച സീൻ വേണം അവിടെ. അപ്പോൾ ഈ മഹാരാജാസിൽ അവിടെ കൊടി ഓടിച്ചിട്ടുണ്ട്. അതേമാതിരി മീറ്റ് ദ കാൻഡിഡേറ്റിൻ്റെ ഒരു സീൻ വേണം. അതെനിക്ക് മഹാരാജ് കോളേജിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ആ ഒരു ലൊക്കേഷൻ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് ആസ് എ ഡയറക്ടർ താങ്കൾ ജിനോയുടെ കഥ സിനിമയാക്കാം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ടില്ല? അല്ല, ഇതിപ്പോൾ ജിനോ ഇപ്പം എൻ്റെ അടുത്ത് സിനിമ കഴിഞ്ഞിട്ട് പറയുന്ന ആൾക്കാരും അതിന് മുന്നേ നമ്മൾ അധികം ഡിസ്കഷൻ വരുന്നില്ല. ജിനോനും അല്ലെങ്കിൽ രൂപേഷനൊക്കെയാണ് ആ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ സെൻറ്റ് അലോഷ്യസ് കോളേജ് തൃശ്ശൂരത്തെ ഒരു ചെയർമാൻ ആൾ വിളിച്ച് എന്നോട് പറയുന്നത് ഇതെൻ്റെ കഥയാണ്. ബ്രണ്ണൻ കോളേജ് അവിടുത്തെ ഒരാൾ വിളിച്ച് പറയുന്നത് ഇത് ഞങ്ങളുടെ കോളേജിൽ നടന്ന സംഭവമാണ്. ഇതെല്ലാ കോളേജിൽ നടക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ മഹാരാജ് കോളേജിൽ അങ്ങനെ നടന്നു എന്നുള്ളത് എത്രയോ ചെയർമാൻമാർക്ക് പറയാനുണ്ട്, എത്രയോ ആൾക്കാർക്ക് പറയാനുണ്ട് എല്ലാ കോളേജിലെയും ആ ഒരു ഇത്. അപ്പം നമ്മളുടെ കോളേജിൽ നടക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലല്ല എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കോളേജിൽ നടന്ന കഥ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ജിനോയുടെ ചരിത്രം പറയുക എന്ന രീതിയിൽ എടുത്ത സിനിമയല്ല. ഒരിക്കലുമില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു എന്താ പറയുക, വരിക്കശ്ശേരി മന, അതിലെനിക്കൊരു കഥ പറയാൻ ഞാൻ പോവുകയാണ്. ആറന്തമ്മനെ കഥ പറയാൻ പോവുക. അവിടുത്തെ ആൾ പറയുന്നത് ഇവിടുത്തെ കഥ ഇതല്ല അല്ലേ, ഈ വരിക്കശ്ശേരി മനയുടെ കഥ ഇതല്ല, അവിടുത്തെ കഥ അതല്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അവിടുത്തെ കഥ അതല്ല, പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്ത് ആറാന്തമ്മൻ്റെ കഥ അല്ലേ, അങ്ങനെയല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ യൂസ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവിടുത്തെ ചരിത്രം പറയണമെന്ന് അത് എന്നെ നിർബന്ധിക്കുന്ന പോലെയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളത് കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് എന്തുകൊണ്ട് മുന്നൊന്നും നമ്മളത് ഡിസ്കഷനിലേക്ക് അധികം വന്നില്ല. രൂപേഷേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്കതൊന്ന് ക്ലാരിറ്റിയിൽ വരുത്തണം എന്ന് തോന്നിയത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളെ ചർച്ചകൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് എനിക്ക് വേണ്ടത് ഇത് മരണം വരെ ഉണ്ടാവുന്നു ഈ വിവാദം. കാരണം ഞാൻ എവിടെ പോയാലും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എല്ലാവർക്കും അറിയണം എന്നുള്ള, അല്ലെങ്കിൽ
ഇപ്പോൾ ഇവിടത്തേക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മീഡിയയിൽ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു, ഒരാൾക്കെതിരെയോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ മറ്റേ ആളുടെ ഭാഗം കേൾക്കാൻ തയ്യാറല്ല. നമ്മൾക്ക് ആ കഥ കേട്ടാൽ മതി. സോ നമുക്ക് ആ കഥയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ആ കഥയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ സംഗതി ഒരു SFI KSU ഫൈറ്റ് എന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു. അതെ, അപ്പോൾ അതാണ് എനിക്കിഷ്ടം. ഈ കഥയാണ്, അതായത് എന്താ പറയുക, KSUവിൻ്റെ കഥ ചെയ്യാൻ വന്നിട്ട് അവൻ കഥ മാറ്റി, ആ കഥയാണ് അവർക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ അത് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ള യഥാർത്ഥ ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ സ്റ്റോറി ബോർഡൊക്കെ ക്രൈസ്റ്റ് കോളേജായിരുന്നു. ക്രൈസ്റ്റ് കോളേജിലത്തെ എല്ലാവരും വിളിച്ച് എന്നോട് പറയും, നീ അവിടെ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് പറ്റിയ പരിപാടിയാണെന്ന് പറയും. അപ്പോൾ അതുണ്ടായൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ അത് തിയേറ്ററിൽ എത്തിയത് ഏത് രീതിയിലാണോ ആ നിലയിൽ തന്നെയാണ് തുടക്കം തൊട്ടേ ചർച്ചയിലുണ്ടായത്. ആ സിനിമയുടെ ടൈറ്റിൽ നിന്നാണ് സിനിമ ഉണ്ടാവുന്നത്. ആ ടൈറ്റിൽ നിന്നും പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നടന്ന അനുഭവങ്ങൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് അതിൽ ഇരിക്കുന്നത്. എനിക്ക് വേറെ പിന്നെ ഇവിടെ ഈ കോളേജിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകൾ, ഇപ്പോൾ അഭിനേഷ് പോലുള്ള, ഇപ്പോൾ SFIയുടെ ഒരു ലീഡറൊക്കെ ആയിരുന്നു അഭിനേഷ് പോലുള്ള ആൾക്കാർ, അതായത് മഹാരാഷ്ട്രയിലുണ്ടായിരുന്നവർ, അവർ തന്ന ഇൻപുട്ടുണ്ട് ഇവിടെ നടന്ന. അതായത് ഇപ്പോൾ അവിടുത്തെ കോളേജിൻ്റെ എല്ലാ മുല്ലപ്പന്തൽ, പിരിയങ്കോവണി, ഇതൊക്കെ എനിക്ക് മെൻഷൻ ചെയ്യേണ്ടി വന്നു. കാരണം എന്നാലും ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പാറ്റേൺ. പിന്നെ അവിടുത്തെ ആൾക്കാരെയാണ് എല്ലാവരും, അതിൽ അഭിനയിച്ചവരെല്ലാവരും അവിടുത്തെ പഠിക്കുന്ന പിള്ളേരെ വെച്ചിട്ടാണ്. ഇത് ഇപ്പോഴല്ല സത്യത്തിൽ ഈ ചർച്ച വരുന്നത്. 2017 ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ ഇത് KSUവിൻ്റെ കഥ SFIയുടേതാക്കി മാറ്റി എന്നുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ വ്യാപകമായിരുന്നു. അന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും. ഞാനപ്പോൾ എന്താ വെച്ചാൽ അത് ആ ഒരു ഇത് ഈ പറയുന്ന വ്യക്തി എല്ലാ വേദികളിലും പോയി പറയാണ്. അപ്പം നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പേരിൽ ആളുടെ പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ആ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ആൾക്ക് വ്യക്തമായൊരു സ്ഥാനം കൊടുക്കാനത്, അല്ലേ? മീഡിയ എന്തുകൊണ്ട് എഴുതിയില്ല? ഒരേ ഒരു ഫോട്ടോ ആണ് ആ ജയിച്ചതിൻ്റെ ഫോട്ടോ, വേറെ ഒരു മീഡിയയും അതിനെ കവർ ചെയ്തില്ല. അത്രയും അവിടെ ചെന്നിട്ടുള്ള നമ്മൾ അതിനെ പോലും ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ അത് മാറ്റി ഇത് മാറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആളെ ജീവചരിത്രം ചെയ്യാൻ വന്ന ഒരാളല്ല ഞാൻ. മനസ്സിലായി? മഹാരാജാസിൻ്റെ ചരിത്രം ചെയ്യാൻ വന്ന ആളല്ല. വീണ്ടും അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ സീൻ എടുത്ത് നോക്കി അറിയാൻ പറ്റും. തുടക്കത്തിൽ ടോവിനോ, എനിക്ക് ആ ഇരിങ്ങാലക്കുട ടോവിനോ ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടെ വീട്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ എല്ലാം തൃശ്ശൂർക്കാർ അഭിനയിക്കുന്നു. പക്ഷെ അതിലൊരു ഫസ്റ്റ് ഡയലോഗുണ്ട്, ഇരിങ്ങാലക്കുടക്കാരനായ ഞാൻ ഇവിടെ വന്നെത്തിയെന്നാണ് എഴുതി വെച്ചിരിക്കണേ തുടക്കത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ലൊക്കേഷൻ മാറ്റേണ്ടി വന്നുകൊണ്ട് എഴുതി വെച്ച സാധനമാണത്. എന്തായാലും 2017 ഇറങ്ങിയ മെക്സിക്കൻ അപാരത ചിത്രവുമായി ബന്ധപ്പെട്ടത് ഇപ്പോഴും വിവാദം പുകയുകയാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രൂപേഷ് പീതാംബരനും അതുപോലെ തന്നെ ജിനോ ജോണും ഒരു വശത്ത് ഒരു KSUവിൻ്റെ കഥയാണ് ഇത് എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു. മറുവശത്ത് അതിൽ വ്യക്തത വരുത്തി താൻ ഈ ചിത്രത്തെ തുടക്കം മുതൽ കൺസീവ് ചെയ്തത് റെഡ് എന്ന കളറുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തത വരുത്തി ചിത്രത്തിന്റെ സംവിധായകൻ ടോമി മട്ടിയും രംഗത്തെത്തിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.